ജനിക്കുമ്പോഴേ അങ്ങനെ ഒരു ഇതുള്ള ആളുകൾക്ക് മാത്രമാണ് അഡ്വാൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വന്ന കുറെ ആവറേജ് സ്റ്റുഡൻസ് ഉൾപ്പെടെ എല്ലാവരും പിക്കപ്പ് ചെയ്തിട്ട് അവർ നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള സാറിന്റെ മറുപടി എന്തായിരിക്കും? ഒരു നാച്ചുറൽ ബ്രില്യന്റ് അല്ലാത്ത ആൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? I would suggest always to the students, last one day before the exam, please concentrate on errors and measurements in units and time. Even though you are naturally brilliant, if you don't work hard or focus, you won't get. അവരെ എങ്ങനെ ആയിക്കോട്ടെ സ്റ്റാർട്ടിംഗ് ഫ്രം ടുഡേ നെക്സ്റ്റ് ഇയർ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പെർ ഡേ സാറിന്റെ ഒരു സജഷനിൽ എത്ര അവേഴ്സ് അവർ വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും? Out of 24 hours. മെയിൻസ് അഡ്വാൻസ്ഡ് എന്ന് പറയുന്നൊരു ഡിഫറൻസ് ഇല്ലാതെ രണ്ടും കൂടെ കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. We may not be able to solve all the questions during advanced exams. Definitely nobody is scoring 100%. Yes, sir. Solving a problem is more like playing with the opponent called paper setter. The moment they see the diagram and question, they should know, should I go for it or not? Like Shinaz sir told us, like whether you have to leave or you have to attend, that finalization should be done in the first moment. ജെഇ അഡ്വാൻസ് റിസൾട്ട് എത്തി കേരള റാങ്ക് 3rd നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തവണ നമ്മൾ ഫസ്റ്റ് റാങ്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ജെഇ അഡ്വാൻസിലെ ഫിസിക്സ് ടീമുമായിട്ടാണ്. ഫിസിക്സ് ടീമിൽ ഒരുപാട് ആളുകളും ഉണ്ടെങ്കിൽ അതിലെ മെയിൻ ഫാക്കൽറ്റീസ് ആണ് ഇവിടെ നമ്മളോടൊപ്പമുള്ള ജെഇയിലെ. അവരെ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഫസ്റ്റ് നമ്മുടെ കൂടെ ഉള്ളത് ആചാര്യ സാറാണ്. ആചാര്യ സാർ 27 years ആയിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. ജെഇ അഡ്വാൻസ് മാത്രം ടോപ്പ് റാങ്ക്സ് എല്ലാം ക്രാക്ക് ചെയ്ത് കുട്ടികളെ എത്തിച്ചിട്ടുള്ള ആളാണ്. ഒരുപാട് കുട്ടികളെ ടോപ്പ് റാങ്കിലേക്ക് എത്തിച്ചിട്ടുള്ള ആചാര്യ സാറ് കൂടെയുണ്ട്. അതിനോടൊപ്പം ടോബി സാറുണ്ട്. ടോബി സാറും ഏകദേശം 27 yearsോളമായി ഈ ഫീൽഡിലുണ്ട്. അഡ്വാൻസ് കുട്ടികളെ മാത്രം ട്രെയിൻ ചെയ്ത് അങ്ങനെ റിസൾട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഷിനാസ് സാറുണ്ട്. ഷിനാസ് സാറ് ആദ്യം പറയേണ്ട സാർ IIT മദ്രാസ് പ്രൊഡക്റ്റാണ്. 11 വർഷമായിട്ട് IIT സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ അഡ്വാൻസ് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് കുട്ടികളെ എത്തിക്കുന്ന ആളുകളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരോട് നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ട്, ജെഇ അഡ്വാൻസ് ആദ്യമായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന ആളുകളുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, +2 ഇപ്പം അഡ്വാൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ജെഇ മെയിൻ അഡ്വാൻസ് വ്യത്യാസം എന്തൊക്കെയാണ്, മെയിൻസ് അഡ്വാൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആചാര്യ സാർ ഔട്ട് ഓഫ് കേരളയിൽ നിന്ന് കേരളത്തിലേക്ക് കംപ്ലീറ്റ്ലി ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ ഫുൾ ടൈം സൈലത്തിലുള്ള ആളാണ്. അപ്പം ബാക്കി രണ്ടുപേരും കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ്. അപ്പം ഇവരെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഇപ്പം നമുക്ക് ആക്ച്വലി ഔട്ട് ഓഫ് കേരള എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് ആചാര്യ സാർ വന്നപ്പോഴത്തേക്കും. പിന്നെ ഇവിടെയുള്ള ആളുകളും എല്ലാവരും കൂടെ ഒരു കമ്പൈൻഡ് എഫേർട്ടാണ് ആക്ച്വലി സൈലത്തിൻ്റെ ഇപ്പോൾ ഒരു ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഫ്രം ദി കേരള ആൻഡ് ഔട്ട് ഓഫ് കേരളയിൽ നിന്നുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. ബിക്കോസ് അഡ്വാൻസ് ലെവൽ പ്രിപ്പറേഷൻ അങ്ങനെ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയാൽ റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റൂ. നമുക്ക് ഓരോരുത്തരിലേക്കും ആദ്യം തുടങ്ങാമെന്ന് തോന്നുന്നു. ആദ്യമേ കമ്മിങ് ടു ഷിനാസ് സാർ എന്ന് തുടങ്ങാൻ തോന്നുന്നു. സാർ, എന്താണ് ഒരു ജെഇ മെയിൻ സ്റ്റുഡൻറ്റിനെ ജെഇ അഡ്വാൻസ് സ്റ്റുഡൻറ്റും തമ്മിലുള്ള മെയിൻ വ്യത്യാസം അവരുടെ പ്രിപ്പറേഷനിൽ നിന്ന് നമുക്ക് തുടങ്ങാം? കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ജെഇ മെയിന് പഠിക്കാനുള്ളതിനേക്കാൾ വാസ്റ്റ് ഒരു സിലബസ് ആണ് ജെഇ അഡ്വാൻസിലേക്ക് പോകുമ്പോൾ. എന്താണ് ഒരു ജെഇ മെയിൻ സ്റ്റുഡൻറ്റിനെ ജെഇ അഡ്വാൻസ് സ്റ്റുഡൻറ്റിനെ ഡിഫർ ചെയ്യുന്ന മെയിൻ കാര്യം എന്താണെന്ന്? ഫസ്റ്റ് ഓഫ് ഓൾ, ജെഇ മെയിനിന് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എടുക്കുന്ന സമയത്ത് മാത്തമാറ്റിക്സ് ആണ് റിലേറ്റീവ്ലി കുറച്ച് ടഫായിട്ട് വരുന്നത്. മാത്സ് ജെഇ മെയിൻ ലെവൽ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും പരമാവധി സ്പീഡിൽ ചെയ്ത് തീർത്താൽ മാത്രമേ നമുക്ക് മാത്സ് കുറച്ച്, അതായത് നമ്മൾ ടോപ്പ് റാങ്കിലോട്ട് അല്ലെങ്കിൽ ടോപ്പ് പെർസെന്റേജിൽ എത്തണം എന്നുണ്ടെങ്കിൽ മാത്സും ഡെഫിനറ്റ്ലി സ്കോർ ചെയ്തേ പറ്റുള്ളൂ. പലരും മാത്സ് സ്കിപ്പ് ചെയ്താലും നമുക്കൊരു 99 അല്ലെങ്കിൽ 98 റേഞ്ച് എത്താന്നുണ്ടെങ്കിലും ഒരു 99.5 എബോവ് ഒക്കെ എത്തണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാത്സിനും നല്ല സ്കോർ വരണം. അപ്പോൾ ഫിസിക്സ് അത്യാവശ്യം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് അവിടെ വരും. പക്ഷേ ഒരു അഡ്വാൻസ്ഡിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു മെയിൻസ് പ്രിപ്പറേഷൻ വേറെ, അഡ്വാൻസ്ഡ് പ്രിപ്പറേഷൻ വേറെ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ നമ്മൾ സാധാരണ എല്ലായിടത്തും കാണുന്നത് ജനുവരി ഫേസ് വരെ അല്ലെങ്കിൽ മെയിൻസ് വരെ മെയിൻസിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സമയം വേണമെങ്കിൽ അഡ്വാൻസിന് കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ തന്നെ അഡ്വാൻസിനും മെയിൻസിനും ഒരുമിച്ച് കൊണ്ടുപോകുന്നത് തന്നെയാണ് എൻ്റെ കേസിൽ നല്ലത്. അപ്പോൾ ഒരു മെയിൻസ് അഡ്വാൻസ്ഡ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മെയിൻസ് അഡ്വാൻസ്ഡ് എന്ന് പറയുന്നൊരു ഡിഫറൻസ് ഇല്ലാതെ രണ്ടും കൂടെ കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഫസ്റ്റ് യു സ്റ്റാർട്ട് വിത്ത് മെയിൻസ് ദെൻ അഡ്വാൻസിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ലെവലിലൂടെ ലെവൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാൻ തന്നെയാണ് വേണ്ടത്. ഒരു അഡ്വാൻസ്ഡിന് പ്രിപ്പയർ ചെയ്തെന്ന് കരുതി നമ്മുടെ മെയിൻസിന്റെ സ്കോർ എന്തായാലും താഴെ പോകാൻ പോകുന്നില്ല.
മെയിൻസ് മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് താഴെ പോകാനുള്ള സാധ്യത കൂടുതൽ. അപ്പം രണ്ടും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു അഡ്വാൻസ് ഫോക്കസ് ചെയ്യുന്ന ആളുകളെ focus ചെയ്യുന്ന സംബന്ധിച്ചുള്ള ആളുകളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതെ. ഓക്കെ, അപ്പൊ മെയിൻസിലാകുമ്പോൾ ഇപ്പൊ സാറ് പറഞ്ഞതിന്റെ ഒരു നമ്മളിപ്പോ എക്സാംസ് നടത്തുമ്പോൾ ഇപ്പോൾ ഒരു മെയിൻസിൽ ഇവിടെ കെമിസ്ട്രിക്ക് കുറച്ച് ടൈം കുറവായിരിക്കും, ഫിസിക്സ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും, മാത്സ് കൂടുതൽ സമയം കൊടുക്കും മെയിൻസ് ആണ്. പക്ഷെ അഡ്വാൻസിൽ അങ്ങനെയല്ല, ലൈക്ക് എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡിഫിക്കൽട്ട് ആണ്, ഡിഫിക്കൽട്ടി വൈസ് വരുമ്പോൾ എല്ലാം ഓൾമോസ്റ്റ് സെയിം ഡിഫിക്കൽട്ടിയിലോട്ട് വരും. ഈ ഒരു മാത്സ് മേ ബി മോർ ഡിഫിക്കൽട്ട് ആയിരിക്കാം, പക്ഷെ മെയിൻസിലുള്ള ആ ഹ്യൂജ് ഗ്യാപ്പ് മാത്സ് ആൻഡ് അതർ സബ്ജക്ട്സ് തമ്മിൽ അഡ്വാൻസ് വരുമ്പോ ഇല്ല, ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഡിഫിക്കൽട്ട് തന്നെയായിരിക്കും വരാൻ പോകും, ഡിഫിക്കൽട്ടി ലെവലിനാണ് വരാൻ പോകും. Coming to Acharya sir, which chapter looks easy but dangerous in JEE Advanced? Like I'm getting into a simple question because like, which chapter will look like very simple but dangerous in JEE Advanced? I personally feel electromagnetic induction is a very catchy chapter. It appears very easy with only one fundamental law like Faraday's law in it. Okay. But when we go deep into the subject, it's highly non-intuitive. Okay. It's like a student will never ask us when applied force and along x-axis, why is the body accelerating along that direction? The student can visualize that. Okay. But they have never visualized electric and magnetic fields. So it becomes very difficult for them to actually go deep into the subject with EMI. Okay. Okay. EMI in the sense electromagnetic induction. So visualization It's difficult with electromagnetic. Mechanics very easy to because they see that regularly in day-to-day life. Yes, so that's AMI is the chapter that you select for that. Yeah. Okay. Then which chapter look difficult but can be scoring with the right approach? More difficult, I'll put it this way. Which chapter appears very boring? That's errors and measurements and units and dimensions. Okay. Which students neglect, and that's the most scoring chapter. Very easily. It is the smallest chapter, and 100% they'll get one question, and it's very easy to score. Okay. So I would suggest always to the students, last one day before the exam, please concentrate on errors and measurements in units and dimensions. Okay, sir. Then coming again to Toby, sir. Can a student crack advanced physics without being naturally brilliant? നമ്മളെപ്പോഴും പറയും ബ്രില്യൻറ്റ് ജനിക്കുമ്പോഴേ അങ്ങനെ ഒരു ഇതുള്ള ആളുകൾക്ക് മാത്രമാണ് അഡ്വാൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയും. പക്ഷെ ഇവിടെ വന്ന കുറെ ആവറേജ് സ്റ്റുഡൻസ് ഉൾപ്പെടെ എല്ലാവരും പിക്കപ്പ് ചെയ്തിട്ട് അവർ നന്നായി ഇമ്പ്രൂവ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള സാറിന്റെ മറുപടി എന്തായിരിക്കും? ഒരു നാച്ചുറൽ ബ്രില്യൻറ്റ് അല്ലാത്ത ആൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? Absolutely. With hard work and dedication and focus. Absolutely. Even though you are naturally brilliant, if you don't work hard or focus, you won't get. Okay. It is hard work is the most important thing. Definitely. അപ്പം ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും സാർ അഡ്വാൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റുഡന്റ്? ലൈക്ക് വെദർ അവർ ബ്രില്യന്റ് ആയാലും ഒരു ആവറേജ് എങ്ങനെ ആയിക്കോട്ടെ, ലൈക്ക് ദേ ആർ സ്റ്റാർട്ടിംഗ് ഫ്രം ടുഡേ നെക്സ്റ്റ് ഇയർ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു പെർ ഡേ സാറിന്റെ ഒരു സജഷൻ എത്ര അവേഴ്സ് അവർ വർക്ക് ചെയ്യേണ്ടി വരുമായിരിക്കും? Out of 24 hours, 8 hours for 6 sleeps and personal things. Then left is 18 hours. Yes, around 24 minutes, like 16 hours. 16 hours. Complete study other than 8 hours. We cannot. It's easy to say, better than done. But we like to have such output. Yeah, okay. So 15 to 18 hours of 14 up to depends on the students. Yeah, okay. So that is a time limit. Like students എല്ലാവരും ശ്രദ്ധിക്കുക, മിനിമം ഒരു 15 മണിക്കൂറെങ്കിലൊക്കെ എഫേർട്ട് നിങ്ങൾ, ഐ തിങ്ക് ലൈക്ക് 15 hours എന്ന് പറയുന്ന എഫേർട്ടിൽ നിങ്ങൾ എത്ര അവേഴ്സ് ആണോ വർക്ക് ചെയ്യുന്നത് അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മേ ബി ലൈക്ക് ആഫ്റ്റർ ക്ലാസ് എവരിത്തിങ് യു വിൽ ഗെറ്റ് 6 to 8 hours. അത് എല്ലാ ദിവസവും 6 to 8 hours എന്ന് പറയുന്ന കാര്യം കൃത്യമായി പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സാറ് പറഞ്ഞ പോലെ നിങ്ങൾ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ് ആവണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ബോൺ വിത്ത് അങ്ങനത്തെ ഒരു ബ്രില്യൻറ്റ് ആയിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും നിങ്ങൾ കഴിഞ്ഞ ദിവസത്തിനേക്കാൾ ബെറ്റർ ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എത്തുമെന്ന് തന്നെയാണ് സാറ് പറയുന്നത്. I prefer to say that systematic hard work. ഒരു പോയിന്റും കൂടെ ജസ്റ്റ് ആഡ് ചെയ്യുകയാണ്, എന്നിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സാറ് ആചാര്യ സാറ് പറഞ്ഞ ഒരു പോയിന്റും കൂടെ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. നമുക്ക് അധികം ഇൻട്രസ്റ്റ് ഇല്ലാത്ത കുറച്ച് ചാപ്റ്ററുകൾ വരുമ്പോൾ നമ്മൾ അത് സ്കിപ്പ് അടിക്കാം അല്ലെങ്കിൽ ലാസ്റ്റിലേക്ക് പഠിക്കാന്നൊക്കെ പറഞ്ഞു വെക്കും. ആ ചാപ്റ്ററുകളായിരിക്കും ഈസി സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ സാറ് ആഡ് ചെയ്ത പോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് അതുപോലത്തെ ചാപ്റ്ററുകൾ നമ്മൾ ലാസ്റ്റ് പഠിക്കാം, അല്ലെങ്കിൽ എല്ലാ ചാപ്റ്ററിന്റെ കൂടെയും ആഡ് ചെയ്യാന്നുള്ള രീതിയിലാണ്. പക്ഷേ എറേഴ്സ് പോലുള്ള ചാപ്റ്ററുകളാണ് ഈസിലി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഈ ചാപ്റ്ററുകൾ കൂടുതൽ ടൈം ഫോക്കസ് ചെയ്യാന്നുള്ള കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് ഷിനാസ് സാറിലേക്ക് പോവുകയാണ്. സർ, how should a student think when they see a completely new physics problem? Like,
ഫോർ എക്സാമ്പിൾ അഡ്വാൻസ് പ്രോബ്ലം അവർ അപ്രോച്ച് ചെയ്യാം, അതിനെ എങ്ങനെ അവർ അപ്രോച്ച് ചെയ്യണം? ഒരു പുതിയ ചോദ്യം കാണുന്ന സമയത്ത് എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യണം? മേ ബി ലൈക്ക് ഞാനിപ്പം കുറച്ച് സ്റ്റുഡൻസ് ശ്രദ്ധിച്ചിട്ടുണ്ട്, ആദ്യത്തെ തവണ അവർ വായിക്കുന്ന വിതൗട്ട് ഒരു തിങ്കിങ് പ്രോസസ്സും ഇല്ലാതെ ചുമ്മാ വായിച്ചു വിടും. പിന്നെ അവർ സീരിയസ്ലി ആ ചോദ്യം വായിക്കാന്ന് വെച്ചിട്ട് അതിലേക്ക് വീണ്ടും അപ്രോച്ച് ചെയ്യും. അപ്പൊ വീണ്ടും അവർക്ക് സമയം പോവാണ്. അപ്പം ഒരു പുതിയ പ്രോബ്ലം അവർ കാണുമ്പോൾ എങ്ങനെ അവർ അപ്രോച്ച് ചെയ്യണം? എക്സാമിന്റെ സമയത്താണ് നമ്മൾ പുതിയ പ്രോബ്ലം കാണുന്നതെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ് ആ സമയത്ത്. അത് വി ആർ നോട്ട് ഷുവർ വെദർ വിൽ ബി ഏബിൾ ടു സോൾവ് ഇറ്റ് ഓർ നോട്ട്. അപ്പോ ഷുവറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് പറയാനുള്ളത്. പിന്നെ we may not be able to solve all the questions during advanced exams. Definitely nobody is scoring 100%. So there are some questions which need to be left out. മാറ്റി വെക്കേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസും അഡ്വാൻസ്ഡിന് വരും. അതിന്റെ മുകളിൽ ഓവറായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അറ്റംപ്റ്റബിൾ ക്വസ്റ്റ്യൻസ് ഒഴിവാക്കുക എന്നുള്ളതല്ല. പിന്നെയുള്ളത് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അഡ്വാൻസ്ഡിനൊക്കെ നമ്മൾ ചിലത് കാണുന്നത് ചിലപ്പോൾ സിലബസിൽ ഇല്ലാത്ത ടോപ്പിക്സ്, ചിലപ്പോൾ പാസേജ് ഒക്കെ ആയിട്ട് ചിലപ്പോൾ കാണാറുണ്ട് നമ്മൾ. അതായത് ഇപ്പൊ മുമ്പ് ന്യൂക്ലിയർ ലോസ് ആൻഡ് നമ്പർ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വി ഡോണ്ട് യൂഷ്വലി സീ ദാറ്റ് ഇൻ NCERT ഓർ സിലബസ്. ബട്ട് ആ ഒരു പാസേജ് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് എക്സാംസിനൊക്കെ കാണുന്ന കോംപ്രഹെൻഷൻ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പാസേജിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ ഇക്വേഷൻ ഡയറക്ട്ലി അപ്ലൈ ചെയ്താൽ, ഡയറക്റ്റ് വാല്യൂസ് തന്നിട്ടുണ്ട്, ആ ഇക്വേഷൻസ് ഡയറക്ട്ലി അപ്ലൈ ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കിട്ടുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ സിലബസിൽ ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പം കാണാം അഡ്വാൻസ്ഡ് എക്സാംസിന്. അതിന്റെ തിയറി ചിലപ്പോൾ പാസേജ് ആയിട്ടൊക്കെ ചിലപ്പോൾ തരാം. പക്ഷെ അങ്ങനത്തെ കാര്യങ്ങൾ ചില സമയങ്ങളിൽ വളരെ ഈസി ആയിട്ടാണ് വരിക. അല്ലെ, ഡയറക്റ്റ് ഒരു കോംപ്രഹെൻഷൻ വായിക്കുന്ന രീതിയിൽ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സിലബസിലുള്ള കാര്യങ്ങൾ തന്നെ, നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിൽ ടോപ്പിക്കുകളായിട്ട് കണക്ട് ചെയ്യാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ സമയത്ത് അറ്റംപ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ എക്സാം പ്രഷറിൽ നമുക്ക് അതിന്റെ മുകളിൽ തന്നെ കിടക്കാതെ അടുത്തിലോട്ട് പോവാന്നുള്ളത് തന്നെയാണ് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. Sir, Acharya sir, can you add something to that? Like while reading a problem, right? What all thing like students have to take care, right? For the first reading, second reading, is there any strategy for that? Yes, sir. Solving a problem is more like playing with the opponent called paper setter. Okay. So firstly, when we read a question, we should understand what is the concept that the paper setter is trying to check in us. So he will lay a trap regarding that concept. What for did they ask this particular question? So once we see the trap, solving the question becomes easy. So for which, first point that they'll have to analyze is which concept this question is from. Second, how do we apply it to the problem? Third, how much time will the simplification take? Okay. And then look at the marks allotted. Okay. If these three are able to assess, correlate with the marks, go ahead with it. Okay, done. So this analysis should be done while reading the questions. And this development of this analysis should be done in fraction of moments. The moment they see the diagram and question, they should know, should I go for it or not? Yes. You have, whether you, like Shinaz sir told us, like whether you have to leave or you have to attend, that finalization should be done in the first moment itself. First moment. First, verify the concept. Do I know it or not? Second, can I apply it or not? Third, how much time will simplification take? Sometimes we know both, and simplification, very awkward numbers can be given. 350 by 27 will be the frequency. Now I simplify and it takes lot of time and only 3 marks are given, not worth it. Okay. So once we see that 3 marks, see the numbers, go with it or not go with it should be decided in a fraction of a moment. Okay, done. Sir, like adding to that, like on the previous question, like we discussed, right, how visualization help us. So how visualization will help in mechanism and electromagnetic, for example, like we take 2 different first year and second year chapters. So on the electrical part we take electromagnetic induction, and on the mechanic part, like we take at the entire mechanics, right? How visualization will help in both these chapters? Visualization in mechanics, students does it on their own. We don't need to prompt them to visualize things. Okay. In mechanics, like we tell them we applied a force along the x-axis, by default student will assume there is acceleration along x-axis, which sometimes can be a trap. The body may be moving along x-axis and I am applying force along the negative x-axis, which they will have to see. Yeah. So sometimes visualization also can be a trap. But electromagnetic induction, we have to help the student to visualize things. So giving them practical examples like, why does your cell phone ring? So then it strikes to them that there's an electromagnetic wave even in this room. So giving them examples which they are using slowly will bring them closer to visualization.
Okay, okay. Then only I think like they can also understand very difficult problems. Then show them the application, Okay. thereby the concept. Sometimes we also will have to do the back calculation. First to show them the application, Okay, then go to the concept. Generally, the traditional ways we go from the concept to the application. okay. Very few situations it helps them like going from application to concept. So that they can relate it with their daily life. They also. can relate it with their daily life. Okay, done. Toby sir, like ഒരു സ്റ്റുഡന്റ് സ്റ്റാർട്ട് ചെയ്യാണ്, സ്റ്റാർട്ടിങ് ഫോർ JEE അഡ്വാൻസ് പ്രിപ്പറേഷൻ, എന്തായിരിക്കണം ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ദ സ്റ്റുഡന്റ്? Learning the concept and doing the problems. ഓക്കെ, അതായിരിക്കണം കോൺസെപ്റ്റ് വളരെ ക്ലാരിറ്റി ഉണ്ടാക്കണം. ക്ലാരിറ്റി ഉണ്ടാക്കണം. ഓക്കെ, അത് നമ്മൾ ചെയ്യും. ഓക്കെ, ആഹ്, അത് do നിങ്ങളുടെ it. ജോലിയാണ്. അത് നമ്മൾ ചെയ്യും. പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത് കുട്ടിയുടെ ഇതാണ്. നമ്മളും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കാന്ന്. അതാണ്. അതായത് കുട്ടികളുടെ ഒരു ധാരണ ഇക്വേഷൻസ് പഠിച്ചാൽ മാത്രം ചെയ്യാൻ, മീൻസ് ഫിസിക്സ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷെ അത് അഡ്വാൻസിലേക്ക് വരുമ്പോ ഇല്ല എന്നുള്ള കാര്യമല്ലേ? ഒരിക്കലും ഇല്ല. ഓക്കെ, ഇല്ല എന്നുള്ളതല്ല, ഒരിക്കലും ഇല്ല. അപ്പം ഈ ഈച്ച് ആൻഡ് എവരി കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോവാന്നുള്ളത് തന്നെയാണ്. അതെ അതെ. ഓക്കെ, ഓക്കെ, അത് പിന്നെ തന്നെയാണ്. ക്വസ്റ്റ്യൻസിലേക്ക് കൂടെയും നമ്മൾ കൺസെപ്റ്റ് കൊടുക്കും, ഓക്കെ, ഓക്കെ, ഡൺ. പ്രോബ്ലത്തിൽ കൂടെയും കൺസെപ്റ്റ് കൊടുക്കും. ചില കോൺസെപ്റ്റുകൾ നമുക്ക് അതെ പ്രോബ്ലത്തിലൂടെ അതെ അതെ. ഡിസ്കസ് ചെയ്ത്. സാറ് പറഞ്ഞ മാതിരി തന്നെ ആദ്യം ഏത് കൺസെപ്റ്റിലാണ് ആ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. യെസ്, അപ്പൊ കൺസെപ്റ്റ് വൈസ് ഫിസിക്സ് കുറവാണ്, ഓക്കെ, പ്രോബ്ലം കൂടുതലാണ്. അല്ലെങ്കിലും കൺസെപ്റ്റ് വൈസ് റെഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറവാണ്. ഓക്കെ. ആ പ്രോബ്ലത്തിലൂടെ ആ കോൺസെപ്റ്റിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് ഓരോ കുട്ടിയും ചെയ്യേണ്ട മെയിൻ അതെ കാര്യം. അതെ അതെ. ഓക്കെ, ഡൺ. അജയ് സർ, ഹൗ മെനി ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ഷുഡ് എ സീരിയസ് JEE അഡ്വാൻസ് ആസ്പിരന്റ് സോൾവ് പെർ ചാപ്റ്റർ? There's no fixed measure of the number of problems. Sometimes even one problem will strike a chord for them. ഓക്കെ, I have seen literally students who used to come and tell me, sir, I have solved whole of HCV, I have solved whole of Halliday-Resnick, I have solved whole of the material given, I'm yet not confident with this chapter. ഓക്കെ, Vice versa, I have seen students who got into the top 100 ranks who used to come and tell me, sir, I have not solved many problems from this chapter, but I'm confident. Do you want me to solve more problems? ഓക്കെ. So it changes from person to person. Learning is a very personalized process. Sometimes a chord strikes to the student at the first example itself, and they knew now they know the concept. Okay. Sometimes even after solving 10-15 problems on the concept, they are not confident. So personally, the teacher and the student should analyze the strength and weakness of the student, thereby help them out with the required questions. Okay. Sometimes one question also will do, sometimes 100 questions also may not be sufficient. Okay. So in between, like I'm getting at another question also, like what all books they have to follow, right? For example, if you suggest it's an advanced, because number of questions, every student asks the same question, like how many numbers we have to solve. Apart from I'm just moving it on one side and I'm asking the direct question, right? Which all books they need to cover? Minimum like as an advanced student in physics, which all book they need to cover? This book, they have to 100% cover all the questions, right? For the concept, Halliday-Resnick crane is the best. It's the Bible for physics. Okay. If ever there is a trouble or controversy, refer to Halliday-Resnick crane. What he says is correct. Yes. For practice of problems, Iridov is mandatory for JEE Advance. Okay. Okay. And present generation, they are following the two other new books, Seshibhushan Tiwari, Volume 1 and 2, and Pathfinder. Pathfinder, I would suggest to the students to solve after finishing JEE Mains. Okay. 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 The problems are, I would say the problems are not tricky, but they're difficult. Okay. So I think like ഞാനൊന്ന് ജസ്റ്റ് ഫുൾ ഒന്ന് പറയാണ്, അതായത് SBT and Pathfinder, these two books are actually minimum requirement For practice of problems. Minimum requirement. For concept and everything, you go with Halliday-Resnick, and problems also from Iridov also you have to go. So these 4 books like Are must. First two, right, for the concept and everything, problems, SBT and Pathfinder is the suggestion from your side. Okay, sir. Thank you. Shina sir, modern physics is scoring, but can advance make it tricky? മോഡേൺ ഫിസിക്സ് റിലേറ്റീവ്ലി സ്കോറിംഗ് സബ്ജക്റ്റ് തന്നെയാണ്. Okay. ട്രിക്കി ആവുന്നത് യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് യൂഷ്വലി ട്രിക്കി ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ മോഡേൺ ഫിസിക്സിന്റെ ഒരു ബേസിക്സ് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, അതിന്റെ അപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഒരുപാട് കൺസെപ്റ്റ്സ് ബിയോണ്ട് ദി സിലബസ് ആയിട്ടുണ്ട്. അപ്പൊ അത് ചില സിറ്റുവേഷൻസിൽ പാസേജ് ആയിട്ടും കാര്യങ്ങളായിട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ബട്ട് റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. ഈ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇത് സിലബസിൽ ഉള്ള സംഗതി ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എന്ന് കരുതി പാനിക് ആവേണ്ട ആവശ്യമില്ല.
അപ്പൊ യൂഷ്വലി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് റിലേറ്റീവ്ലി ഈസി ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. Okay. എന്നാൽ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്ട്രീം മോഡേൺ ഫിസിക്സ് അല്ലാത്ത നമ്മൾ ഫെമിലിയർ അല്ലാത്ത ചില കോൺസെപ്റ്റ്സ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വൺ റൊട്ടേറ്റിംഗ് ഫ്രെയിം, ദർ വാസ് എ slot on rotating frame. There was a concept of Coriolis acceleration on one question, which is not usually taught in plus 1 plus 2 level. നോർമൽ NCERT സിലബസിലുള്ളതല്ല. But that question is relatively difficult as well. Okay. If you know how to solve second order differential equation, you can solve it in a flash. Otherwise, PYQ ചെയ്യുമ്പോൾ അതുപോലത്തെ പ്രോബ്ലംസ് ചെയ്യാന്നുള്ള ഇതിൽ ചെയ്യാനുള്ളൂ. വാസ്റ്റ് ആയിട്ട് നമുക്ക് ഓവർ പഠിച്ചു പോകുന്നതിന് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അപ്പൊ PYQ അത് സോൾവ് ചെയ്യാന്നുള്ളത് തന്നെയാണ് മെയിൻലി ചെയ്യാന്ന് പറയുന്നത്. ടൈമിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അതായത് ഇപ്പോ നമ്മളിപ്പോ ഒരാൾ റിപ്പീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ ജനുവരിയുടെ മുന്നേ ഒക്കെ ആയിട്ട് എന്താണ് പറയാ, ജെയ്മെയിൻ വരുന്നുണ്ട് ജനുവരിയിലൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബുക്കും വാസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നോ എക്സ്റ്റെൻസീവ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നോ ഇല്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ് അതിനകത്ത്. Definitely. Okay. What is the ideal way to analyze mistakes after a test? Because post-exam analysis is the most important thing, I guess, right? Because majority of the students after the examination they put question paper somewhere else, right? So they are not following the post-exam analysis properly. So how to analyze a test after the examination? This is a very important point for the students. Firstly, they will have to go through the paper and write down besides the question why they went wrong with the question. Okay. 1. Either I didn't know the concept. 2. Or I knew the concept but did not know how to apply. 3. I committed a silly mistake. Okay. First point, if I didn't know the concept, learn the concept. Yeah. Make a note of it, learn it. I knew the concept but I could not apply it. That means in that subtopic you need more practice of problems. Meet your respective teacher, collect a few more problems. There are enormous sources available all throughout, but selectively from that topic you will get questions from your respective teachers. And we at Xylem provide the students with their individual requirements as far as the students' performance is concerned. Third, silly mistake is a very tricky point. Students assume that it's a silly mistake. Not always is a silly mistake a silly mistake. It's a human bias. They read only one part of the question and they assume things. I have seen students who come from 10th standard, when they are first given a question paper in mathematics, they read x cube minus 4x as x square minus 4x. The reason for that is it's human bias. In 10th standard, they have solved quadratic equations. More quadratic than In 10th standard, x cube is never dealt. Yeah. So they have conditioned their mind to x cube, Yes. x square. So when they see x cube, they mistake that to be x square and they go ahead solving it. Later on, they come and tell the teacher, sir, I read the question wrong. How can you read a question wrong? The problem is you read only one part of the question. Okay. You assume the remaining part, which is not a silly mistake. Students who landed up in the top 20 ranks also at times they have marked 18 by 9 as 9. That's a silly mistake. Yeah. Other parts where they misinterpret a question, where they fail to read the complete question, they miss information in the question. These are not silly mistakes, they are human bias. They assume things before solving. Yes. That they have to understand what is actually the each question, like what mistake they have made in the examination, that they have to analysis after the examination. And is very, there very are important. 3 things that they'll analyze: concept, I did not know how to apply, and silly mistake. Yes. This Even silly whether it is mistakes- a silly mistake or not, they have to understand. They should understand. Yeah. Okay, sir. Coming to Toby sir, like how many mock tests are enough before JEE Advanced? If a student asks like how many exam I have to write, what's your reply for that? As many as possible. Okay. No limit for that. Is there any number, right? So this many numbers that we need to attempt? No. So as many as possible, depending on the capability of the student. Okay. Ajay sir, like simply like can you add some numbers? No. I would say every day one paper once their syllabus is over. Okay. So that many numbers if possible, that many is. Yeah, so the faster we complete the syllabus, the better, which we have already done at Xylem. Okay. Now, more the number of papers they solve, every day one paper, analyze, recube, come back for the next paper. I think sir in the next year 12 students that they're in the Xylem, we have already completed the syllabus. So syllabus complete ചെയ്തിട്ട് അവർ എക്സാംസിലേക്ക് പോവാന്നുള്ള കാര്യമാണ് സാർ ആഡ് ചെയ്തത്. ആൻഡ് ന്യൂ റിപ്പീറ്റേഴ്സ് ബാച്ച് ഈസ് കമ്മിങ്, ലൈക്ക് പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്.
ആ സ്റ്റാർട്ടിൽ അവർക്കുള്ളത് എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും, അഡ്വാൻസ് എക്സാംസ് പ്രോപ്പർലി ഓൾട്ടർനേറ്റ് ഡേ അഡ്വാൻസ് എക്സാംസ് ഉണ്ടാകും. അതനുസരിച്ച് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നതുകൊണ്ടാണ് നമ്മൾ ആ റിസൾട്ടിലേക്ക് എത്തുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. സം ചാപ്റ്റർ സ്പെസിഫിക് ഡിസ്കഷൻ ദാറ്റ് വി ആർ ഗെറ്റിംഗ് ഇൻ ടു. Why do students struggle with the rotation? How can they overcome it? Rotational motion. Because it's connected to some second year chapters also, I guess, right? Some rotation topic. More than that, the first thing that we discussed was about visualization. Yes. Now, Axis. rotation is one chapter where there is a transition from something that they are able to visualize to something that they are not able to visualize. When you tell them rolling, point of contact is at rest, then how does the body go ahead? Okay. Now, if this visualization can be explained, rotation becomes simple. I don't rate rotation as a very tough chapter, provided they learn it the right way. Okay. So visualization also is very important. The axis, the Yes. rolling, rotation, all those things they have to understand. They have to visualize it. Like. They have to visualize it. Okay. Okay. So the transition from Newton's laws, work energy theorem to rotation is slightly larger Okay. because these work energy theorem, Newton's laws, they already have been seeing round the clock. Okay. Okay. Now rotation is slightly different when compared to what they have regularly been watching. സർ, ടോബി സാറിലേക്ക് നമുക്ക് ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ചില ചാപ്റ്റർ നമുക്ക് സ്കിപ്പ് ചെയ്യാമെന്നൊക്കെ നീറ്റൊക്കെ ചില പറയാറുണ്ട്. അതുപോലെ ജെ അഡ്വാൻസിൽ ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാനുണ്ടോ? ഒരു ചാപ്റ്ററും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇല്ല. കാരണം എല്ലാ ചാപ്റ്ററിൽ നിന്നും ഓരോ ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ. പിന്നെ ഇതിൽ കണക്റ്റഡ് ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ വരും. അതെ. അപ്പൊ നമ്മൾ സ്കിപ്പ് ചെയ്ത ചാപ്റ്റർ നമ്മുടെ ഫേവറേറ്റ് ചാപ്റ്ററും കണക്റ്റഡ് വന്നു കഴിഞ്ഞാൽ അത് പോകും. കോൺസെപ്റ്റ് വന്ന പ്രശ്നമാവും. പിന്നെ നിങ്ങൾക്കൊരു ചാപ്റ്റർ വളരെ ഡിഫിക്കൽട്ട് ആണെങ്കിൽ ഓക്കെ. മേക്ക് ഷുവർ ദാറ്റ് യു ഗെറ്റ് ഈസി ക്വസ്റ്റ്യൻസ് ഫ്രം ദാറ്റ്. ഓക്കെ. ഓക്കെ. Is that clear? ഓക്കെ. So അതിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം എന്തായാലും കവർ cover ചെയ്തിരിക്കണം. ഓക്കെ. If it is too difficult for you, but you should have at least average questions, you can answer that. ബിക്കോസ് അത് ചിലപ്പോൾ വന്നാൽ നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആയി മാറും. ആൻഡ് കണക്റ്റിംഗ് ക്വസ്റ്റ്യൻസിൽ വന്നാലും അഡ്വാൻറ്റേജ് ആയി മാറും. ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യാതെ ആവറേജ് ക്വസ്റ്റ്യൻസ് തൊട്ടുള്ള എല്ലാം കവർ ചെയ്ത് പോകാന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പിന്നെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് ഇമ്പോർട്ടൻസ് എന്നുള്ളതില്ല. ഓക്കെ. കൺസെപ്ച്വൽ ഇമ്പോർട്ടൻസ് മാത്രം. Yes. Sir, coming to Acharya sir, how does Xylem classroom environment push students towards high ranks? Because you are all part of Xylem, right? So we have to talk something about Xylem also in between. Xylem's classroom environment mainly is governed by the competition among students. Okay. Every time you teach a concept and give a problem, the students are on war footing to solve that problem. Okay. And the mutual competition between them is the key catch in Xylem. So you coming from I think Mumbai to I think Kerala, like, but how do you feel the difference of students over there and here, right? Mumbai students are more vocal. Okay. They immediately make noise, they shout the answers, they make guessworks. Kerala students, they work quickly. Only if they have an answer, they'll speak. Okay. They're more conservative in nature. If they're confident about the answer, only then they'll announce the answer. Even after getting the answer, I have seen students who sit very quiet. Okay. They don't answer it. Okay. But for that, the competition among them is quite huge. Okay. And this mutual competition makes them grow. So that is the environment that Xylem is providing to the students who are coming also to the next Yes. batch and all, right? Thank you, sir. Even though they are competitive, they are helping each others also. Okay. Not dedicating more time, but they help each others to achieve. സപ്പോർട്ട് ഉള്ളതും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും ഒരു പരസ്പര സപ്പോർട്ടും വളരെ ഇതായിട്ട് കണ്ടു. യെസ്. നമ്മുടെ സ്റ്റുഡൻസും സപ്പോർട്ടീവ് ആണ്. അതെ. അത് മാത്രമല്ല സാർ ഇപ്പൊ പറഞ്ഞ ഡിഫറൻസ് ലൈക്ക് കമ്മിങ് ടു ഇപ്പം നോർത്തിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥലത്ത് അവര് സ്റ്റുഡിയസ് ആവുന്നതിനേക്കാൾ സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെയാണ് സൈലത്തിലുള്ളതും ഈ പറയുന്ന എഫേർട്ട് എടുക്കുന്ന അഡ്വാൻസ് ബാച്ചിലെ കുട്ടികളെന്നാണ്. ഷിനാസ് സാറിലേക്കാണ്. സർ, വാട്ട് ഡു യു സേ ടു എ സ്റ്റുഡന്റ് ഹു ഫീൽസ് JEE അഡ്വാൻസ് ഫിസിക്സ് ഈസ് നോട്ട് ഫോർ മീ എന്ന് പറയുന്ന കുട്ടികളോട് എന്ത് പറയാൻ വേണ്ടി പറ്റും സാർ? JEE അഡ്വാൻസ്ഡ് ഫിസിക്സ് നോട്ട് ഫോർ മീ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് മുന്നേ അതിലൊരു പ്രോപ്പർ അഡ്വാൻസ്ഡ് ലെവൽ എക്സ്പോഷർ കിട്ടിയിട്ട് ക്ലാസ്സസ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ വഴിയോ കിട്ടാതെയാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ വി ഡോണ്ട് നോ ഫോർ ഷുവർ വെദർ ഫിസിക്സ് ഈസ് ഫോർ us or not. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ കേസും അതേപോലെ തന്നെ ബാക്കി ഒരുപാട് സ്റ്റുഡൻസിന്റെയും കൂടെ പഠിച്ച കൊളീഗ്സിന്റെയും ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എൻ്റെ കേസിൽ എനിക്ക് +1 ഫിസിക്സിന് ഔട്ട് ഓഫ് 60 ആകെ 42 മാർക്സ് കിട്ടിയത്. That's just 70%. അതേപോലെ തന്നെ ബട്ട് JEE അഡ്വാൻസ്ഡ് 2011 I got 140 out of 160. That's around 87%. Okay. So +1 +2 എനിക്ക്
ഫിസിക്സ് അത്ര സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് അല്ലായിരുന്നു. ഉം. മാത്സ് എനിക്ക് പണ്ടേ താല്പര്യം, ചെറുപ്പം തൊട്ടേ താല്പര്യമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ ഫിസിക്സ് അങ്ങനെ ഒരു അത്രയ്ക്ക് അങ്ങോട്ട് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. ബട്ട് എന്താ പറയാ, എൻട്രൻസിന് വേണ്ടി ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. റിപ്പീറ്റ് ചെയ്യുന്ന സമയം അത്യാവശ്യം ഫിസിക്സിൽ ആ ഒരു സമയത്താണ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകളും അതേപോലെ ഒരു പ്രോപ്പർ അഡ്വാൻസ് ലെവൽ എക്സ്പോഷർ ആ സമയത്താണ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു വർഷത്തെ എഫേർട്ട് കൊണ്ട് തന്നെയാണ് ഔട്ട് ഓഫ് ഇത്രയും നല്ലൊരു സ്കോറിലോട്ട് എത്താൻ പറ്റിയത്. ആക്ച്വലി ഫിസിക്സ് പ്ലസ് ടുവിന്റെ മാർക്ക് ആവറേജ് ആയിട്ട് പോലും സാറിന് ഈ പറയുന്ന നല്ല പെർഫോമൻസ് അഡ്വാൻസിലേക്ക് റിപ്പീറ്റ് ചെയ്തപ്പോ കിട്ടി. അത് സാർ എടുത്ത എഫേർട്ടിന്റെ തന്നെ ഒരു ഗുണം കൂടെയാണ്. ഞാനത് ഫിസിക്സ് മാറിയിരുന്നെങ്കിൽ കിട്ടില്ലായിരുന്നു. മാർക്കില്ലാന്ന് വന്ന് വിചാരിച്ച് പഠിക്കാതിരുന്നെങ്കിൽ കിട്ടൂലായിരുന്നു. പക്ഷെ എഫേർട്ട് എടുത്തപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കണ്ടു. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തില് ആവറേജ് സ്റ്റുഡൻസിന് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ സാറിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ആവറേജ് സ്റ്റുഡന്റ് അല്ലായിരുന്നു, ഞാൻ എഫേർട്ട് എടുക്കാത്തതുകൊണ്ടാണ് ആവറേജ് ആയിപ്പോട്ട് എഫേർട്ട് എടുത്തപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് എത്താൻ വേണ്ടി പറ്റി. എഫേർട്ട് എടുക്കാതെ നമുക്ക് പറയാൻ പറ്റില്ല വെദർ നമ്മൾ ആവറേജ് ആണോ വലിയ ആണോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എഫേർട്ട് എടുത്തതിന്റെ ഭാഗമായിട്ട് അത് സാറിന് റിഫ്ലക്ട് ചെയ്യുകയും ചെയ്തു. താങ്ക് യു സാർ. Can I add something? Yeah, sir. I would say physics is there everywhere. You open your eyes and look around, physics is there all around. Okay. So physics is meant for everyone. Yes. There is a possibility that the paper can be made difficult. But for that, I would say when the going gets tough, the tough get going. Okay. Start going for it. Yes. You'll start loving physics. Done. Have you seen an average student become excellent in physics? What changed them, Acharya sir? Many times. Many times. Many times I have seen a very average students. I have a list of profile of students whose names which I can tell you. You search on LinkedIn, you'll be surprised. And the story is very long. Okay. Okay. Whole of the game is their passion for the subject. And their passion to get into it. You want to add some small story right into it, like something like that? Yes. I remember one student by name Ketan Mehta who took a drop and then when he went through it, I remember those days we didn't have WhatsApp. Okay. 2011-12 student if I'm right. He used to call me up at night 11 o'clock and ask me questions like, Halliday Resnick said this statement, sir, but why did he say that? What did he mean by that? What is the intricacy in between saying it may be and might not be? Every word of Halliday Resnick he used to analyze. His ability to analyze the subject to such an extent, I was surprised many times. And whole of the first year he did not study. Second year he started catching up with it. And in 1 year he completed 2 years syllabus. And I used to think maybe he will just clear AEEE. Now JEE Mains, then was called AEEE before 2011. So I thought maybe he'll clear JEE Main AEEE, but this boy got into IIT with 3000 odd rank. Okay. While getting into IIT also, I told him with 3000 odd rank you are getting MSc Chemistry in IIT Bombay. Better go to Guwahati, you'll get a core engineering. He said, no sir, I'll stay in IIT Bombay. I asked him why. He said, sir, I'll get a branch change. I told him 1% of the people also don't get a branch change, don't be over enthusiastic. He said, I will be that 1%. Sir. He got into energy engineering after 1 year. Okay. Branch changes. And after getting into energy engineering with a branch change, he was placed in McKinsey. Okay. I was wondering, chemistry, energy engineering, then went into McKinsey, which is a financial company. He used to go around the globe, and then after 2 years, he gets a call, come immediately and report to Delhi. He was surprised. Generally, somebody is immediately called back from abroad only if they're fired. Yes. So he took that as a shock and he was mentally prepared that he's fired for some reason. He comes to Delhi and he realizes that the government of India is going big time into renewable energy investment. And McKinsey want to invest. So they went into the database and they saw who best among that. Already are employing with an energy engineer from IIT Bombay. They said, report, you are heading this division in Delhi. Okay. Right now you. Right. Thereafter he started a company of his own Okay. and is doing well. Yeah. So n number of stories this way where I have seen very average students. What very average students? The year they abolished AEEE and made JEE Mains, I have seen students who couldn't get even 75% in boards. Next year they took a drop and they got into IIT Bombay. Okay. That also you have seen. So I think it's all about effort. Effort matters, right? First word is faith in themselves. Yeah. Okay. They have faith. There's a very famous quotation, you have faith, you can move mountains. Okay. So first word is believe in yourself. I can do it. Yes. It's not I will do it. I can do it. The job will be done. Remaining everything will fall in place.
ഗൈസ്, അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 3 ലെജൻസ് ആയിട്ടുള്ള ആളുകളാണ് ഫിസിക്സിലുള്ള. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇതുപോലത്തെ സെഷൻസും കാര്യങ്ങളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സിംപിളി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ലൈക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റോ ബ്രില്യൻ സ്റ്റുഡൻറ്റോ ഒന്നുമല്ല ജെ അഡ്വാൻസ്. നമുക്ക് ആര് ക്രാക്ക് ചെയ്യുന്നു പറയാൻ പറ്റില്ല, ആര് എഫേർട്ട് ഇടുന്നു, ആര് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്നു, ആര് സാറ് പറഞ്ഞ പോലെ ഫെയ്ത്ത് ലൈക്ക് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി കൺഫ്യൂസ് ആവാതെ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എനിക്കത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു തോട്ടൊന്നും ഇല്ലാതെ കിട്ടുമെന്ന് വിശ്വസിച്ച് അതിനുവേണ്ടി കൃത്യമായ ഓരോ ഡേയും എഫേർട്ട് ഇട്ട് ഒരു ചാപ്റ്റർ മിസ് ചെയ്യാതെ എല്ലാ ചാപ്റ്ററിൽ നിന്നും നമുക്ക് പറ്റുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയി അത് കൺസിസ്റ്റന്റ് ആയിട്ട് വേഗം സിലബസ് തീർത്ത് മാക്സിമം എക്സാംസ് എഴുതാൻ പറ്റുന്ന ആരാണോ അവർക്ക് സിംപിളി ജെ അഡ്വാൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഈ ലെജൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത്. അത് സൈലം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇനിയുള്ള വർഷങ്ങളിൽ അതിലും ബെറ്റർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എഫേർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ താങ്ക് യു ഓൾ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു സർ, താങ്ക് യു.